വിട്ടുമാറിയിട്ടില്ല മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട കൃഷ്ണന്. തീപിടിച്ച കരിമരുന്ന് പുരയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എരുമപ്പെട്ടി കരിയന്നൂർ സ്വദേശി കൃഷ്ണൻ. ചൂടുകൊണ്ട് പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കൃഷ്ണൻ പറയുന്നു. ഉച്ചയൂണും കഴിഞ്ഞ് കരിമരുന്ന് പുരയിലിരുന്ന് മരുന്ന് പൊടിക്കുകയായിരുന്നു കൃഷ്ണൻ. 3:30 ശക്തമായ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടത്. പ്രകമ്പനത്തിൽ തെറിച്ചു വീണ കൃഷ്ണൻ കണ്ടത് അല്പം അകലെയുള്ള വെടിമരുന്ന് നിറയ്ക്കുന്ന പുരയുടെ ഭാഗത്ത് വാനോളം ഉയർന്ന തീഗോളമാണ്. ഇതോടൊപ്പം കൃഷ്ണൻ പണിയെടുത്തിരുന്ന പുരയിലെ കരിമരുന്നിലും തീപിടിച്ചിരുന്നു. ഇതോടെ കൃഷ്ണൻ എഴുന്നേറ്റ് ഓടി. ഇതിനിടയിൽ തുടർച്ചയായി സ്ഫോടനങ്ങളുണ്ടായി. വസ്ത്രങ്ങളിലും ശരീരത്തിലും കരിമരുന്ന് പുരണ്ടിരുന്നതിനാൽ 1 കിലോമീറ്ററോളം ദൂരത്തിൽ താൻ ഓടിയെന്നും കൃഷ്ണൻ പറയുന്നു. ബന്ധമുണ്ടായിരുന്നൊരു എനിക്കറിയില്ല. തീ കണ്ടോണ്ട് ഞാൻ ഓടി. എവിടെയാണ് എന്താണ് ഞാൻ നോക്കിയില്ല. ഞാൻ സാക്ഷിയോട് ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ഓടി. അത്രേ പറ്റുള്ളൂ. മറ്റേ കൂടെ ഇന്ത്യയിലേക്ക് ഒരാൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് ആരും നോക്കണില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങളൊരു 9 എൻ്റെ ഇതിലേക്ക് വന്നു. ഓടി രക്ഷം അവിടെ ഞങ്ങൾ 9 കൂടി കണ്ടുമുട്ടി. കുറച്ചാളുകൾ കൂടി രക്ഷപ്പെടാൻ പറ്റി. നിറവിൻ്റെ അവിടെ നിന്ന് സംഭവം ഉണ്ടായിരിക്കണം. പിന്നെ അവിടെ തീയാകെ പറഞ്ഞാകെ ഷെഡാക്കും മലക്കി പോയി. വലിയ പെരുന്നാൾ കത്തിയാണ്ടായിരുന്നു, കുറച്ച് കത്തിയാണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു. അങ്ങനെ കത്തിപ്പോയി. ഈ ഷെഡൊക്കെ എന്തുകൊണ്ട് നിർമ്മിച്ചായിരുന്നു? ഓടിട്ട് വരികയാണ്. പിന്നെ 2-3 ഷെഡ് പോലെ ടാർപ്പായ കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ്. എന്താണ് കാരണം അറിയില്ല. ശക്തമായ ചൂടാണെന്നൊരു കാരണം അതൊക്കെ അറിയാൻ പറ്റില്ല. എന്താ വെച്ച് ഞാൻ കുറച്ച് ദൂരത്താണ്, ഇവർ കുറച്ച് ദൂരത്താണ്. ഞങ്ങൾ രണ്ട് സ്റ്റേഷനായിരിക്കുക. 2 സ്റ്റേഷനിൽ പടക്കാണ്ട് വേറെ, മാർക്ക് മാറെ, മരുന്ന് ഉണ്ടാക്കുന്ന വേറെ, അങ്ങനെ 2-4 സ്റ്റേഷനായിരിക്കുക. അപ്പോൾ അവിടേക്ക് ഇരിക്കുന്നത് ആർക്കും അറിയില്ല. കരിമരുന്ന് പൊടിച്ചു നിറയ്ക്കലായിരുന്നു കൃഷ്ണന്റെ പണി. കൃഷ്ണൻ തനിച്ചായിരുന്നു ഈ പുരയിൽ പണിയെടുത്തിരുന്നത്. കുറച്ച് ദൂരത്തിലുള്ള നിറപുരയിലാണ് ആദ്യ സ്ഫോടനമുണ്ടായതെന്ന് കൃഷ്ണൻ ഓർക്കുന്നു. പൊട്ടിത്തെറിക്കുന്ന ഡെയ്ന, കുഴിമിന്നൽ, അമിട്ട്, ഗുണ്ട് എന്നിവ നിറയ്ക്കുന്ന പുരയാണ് നിറപ്പുര. ഇതിലാണ് സ്ഫോടക വസ്തുക്കളുള്ളത്. മരിച്ചവരും ലൈസൻസി സതീഷ് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റവരും നിറപുരയിലുണ്ടായിരുന്നവരാണ്. മറ്റ് ഷെഡുകളിൽ പടക്കവും തിരിയും ഉണ്ടാക്കുന്നവരായിരുന്നു. 1.5 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന 5 ഷെഡുകളും പൊട്ടിത്തെറിയിൽ പൂർണ്ണമായും തകർന്നു. 40ഓളം പേർ ഉണ്ടായിരുന്നതായാണ് കൃഷ്ണൻ ഓർക്കുന്നത്. 5 വർഷമായി കൃഷ്ണൻ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിൽ പണിയെടുക്കുന്നുണ്ട്. അപകടത്തിന്റെ നടുക്കം മാറാത്ത കൃഷ്ണൻ ആരോടും അധികം സംസാരിക്കുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. സഹപ്രവർത്തകരുടെ ദാരുണമായ മരണത്തിൽ അതീവ ദുഃഖിതനാണ് കൃഷ്ണൻ.